തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളി ഷിജിനെ കാണാതായ സംഭവത്തിൽ പ്രതിഷേധം തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും. അഞ്ചുതങ്ങ് കോസ്റ്റൽ പോലീസുമായി പള്ളി വികാരി ചർച്ച നടത്തുന്നു. പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന പോലീസിന്റെ ആവശ്യം. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. റിനു, നമ്മൾ കുറേ സമയമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. വീട്ടുകാരുടെ ആവശ്യം ന്യായമാണ്. 8 ദിവസമായിട്ടും അവർക്ക് യാതൊരു വിവരവും ലഭിക്കുന്നില്ല. തെരച്ചിൽ ഏത് രീതിയിലാണ് എന്നവരുടെ ചോദ്യമുണ്ട്. പോലീസ് പറയുന്നു തെരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ പോലീസിന്റെ ആവശ്യങ്ങളും ഉണ്ട് പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന്. ഇപ്പോൾ നടക്കുന്ന ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? ക്രിസ്റ്റീന, ഒരാഴ്ച കഴിഞ്ഞു ഷിജിനെ കാണാതായിട്ട്. ഷിജിനൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കാണാതായ ഫ്രീമോനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇപ്പോഴും വളരെ വൈകാരികമായിട്ടുള്ള ചില കാഴ്ചകൾ അത് തന്നെയാണ് അഞ്ചുതങ്ങ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ തീരദേശ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിന്റെ കുഞ്ഞടക്കം, അതായത് ഷിജിന്റെ കുഞ്ഞുങ്ങളടക്കം ഇവിടെയുണ്ട്. ഭാര്യയുണ്ട്, പിതാവുണ്ട്, മാതാവുണ്ട്. ഇങ്ങനെ എല്ലാവരും, നാട്ടുകാരടക്കം, ബന്ധുക്കളടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അവരുടെ ആവശ്യം തിരച്ചിൽ ഊർജിതപ്പെടുത്തണം എന്നുള്ളതാണ്. തിരച്ചിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പക്ഷെ പോലീസ് പറയുന്നത് ഈ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ തന്നെ രാവിലെ ഇവിടെ വന്നു, കൃത്യമായി തന്നെ പരിശോധിച്ചു. പക്ഷെ ഉൾക്കടലിൽ എവിടെയൊക്കെയാണ് തിരച്ചിൽ എന്നുള്ളതാണ് പറയുന്നത്. തീരത്തോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തോ ഒരു തിരച്ചിൽ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പള്ളി വികാരി, ഇടവക വികാരി എന്തായാലും പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. സംസാരിച്ചതിന് ശേഷം ആ ചർച്ച അവസാനിപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. നിലവിൽ കോസ്റ്റൽ പോലീസുമായി ഒരു ചർച്ച നടത്തിയതിനു ശേഷം എന്താണ് ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്? നമ്മൾ പോലീസുമായിട്ട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവരവരുടേതായ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ കുടുംബവും നമ്മളും സംതൃപ്തരല്ല. അസംതൃപ്തിയുടെ ആ ഒരു രീതിയാണ് ഈ പ്രതിഷേധത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഷിജിൻ നഷ്ടപ്പെട്ടു. ഷിജിന് രണ്ട് കുഞ്ഞു മക്കളും ഭാര്യയും ഇവ കപ്പിളാണ്. അപ്പം അവർക്ക് ഒരു ഭർത്താവ് പോയി കഴിയുമ്പോൾ അവൾക്കിനി ലോങ് ലൈഫ് ആ കുട്ടികളെ നോക്കണം. അപ്പോൾ കുട്ടികളെ നോക്കണമെങ്കിൽ സാധാരണ ബോഡി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 7 വർഷം ഒരു കാത്തിരിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ്. അപ്പം അങ്ങനെ 7 വർഷം കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതെ കടലിൽ കാണാതെ പോയ സർക്കാർ സഹായം നൽകണമെന്നാണോ? സർക്കാർ സഹായം നൽകുകയും വേണം. ആ കുടുംബം വീണ്ടും നിലനിർത്തി പോകാനുള്ള ഒരു സാധ്യത ഭാര്യയ്ക്കൊരു തൊഴിൽ എന്നുള്ള രീതിക്ക് ഒരുക്കി കൊടുക്കാനും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം. അതുമാത്രമല്ല, അതിലെ ഷിജിന്റെ 2 മക്കൾ, ഒന്നിന് അസുഖം ഉള്ള ഒരു കൊച്ചാണ്. അപ്പൊ അതിനും ചികിത്സ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫിഷറീസ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. അല്ല, സെർച്ച് നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. അവിടെ നമുക്ക് സാധ്യമായ രീതിയിലുള്ള സെർച്ചുകൾ നടക്കുന്നുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. തിരികെ റിനുവിലേക്കാണ്. റിനു, പള്ളിവികാരി നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത്? കൃഷ്ണ, അദ്ദേഹം പറയുന്നത് ഈ കുടുംബത്തിനൊരു സഹായം, കാരണം ഈ ഷിജിനെ കാണാതായിട്ടെന്ന് ഇപ്പോൾ 8 ദിവസമാകുന്നു. 7 ദിവസം കഴിഞ്ഞു. ഇനി 7 വർഷം കാത്തിരിക്കണം മരിച്ചു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് പോലും സർക്കാർ നൽകുന്നതിന്, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക്, നടപടിയിലേക്ക് പോകണമെങ്കിൽ. പക്ഷെ അതുവരെ കാത്തിരിക്കാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞിന് ഹൃദയവാൾവിന് തകരാറുള്ള കുട്ടിയാണ്. ആ കുട്ടിയടക്കം ഇവിടെ ഉണ്ട്. ആ കുട്ടിയും പെരുമഴയെ തിരുത്തിയാണ് ഇവർ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. ആ കുട്ടിക്ക് ചികിത്സാ സഹായം, ഒപ്പം ഈ ഭാര്യയ്ക്ക് ഒരു ജോലി, സർക്കാർ സഹായം, ഇതടക്കമുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇല്ലാതെ ഒരു കാരണവശാലും ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഒരു കാര്യവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ വലിയ പ്രതിഷേധം ഏകദേശം 2-2.5 മണിക്കൂർ പിന്നിടുകയാണ് ഈ പ്രതിഷേധം ഇവിടെ ആരംഭിച്ചിട്ട്. പക്ഷേ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഫിഷറീസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചേട്ടന്റെ ഒക്കെ തന്നെ സഹപ്രവർത്തകനായിരുന്നു, ഒപ്പം ജോലി ചെയ്ത ആളായിരുന്നു. ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഈ പ്രതിഷേധം തുടരുകയാണോ നിങ്ങൾ? ഞങ്ങളിത് തുടർച്ചയായിട്ട് നിൽക്കും. പിന്മാറത്തില്ല. പോലീസ് എന്താ പറയുന്നത് നിലവിൽ? ഒരു മറുപടി ഒന്നും പറയുന്നില്ല. ഒരു തിരച്ചിലും നടത്തുന്നില്ല അവർ. ആവശ്യം ഇപ്പോൾ എന്താണ് നിലവിൽ? ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബോഡി കണ്ടെത്തണം. ഒന്നാമത്തേത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ബോഡി കണ്ടെത്തി പ്രീമോന്റും ഷിജിന്റും ഒരുപോലെ അവർക്ക് ആനുകൂല്യം, പെട്ടെന്ന് തന്നെ അവർക്ക് ആനുകൂല്യം കിട്ടിയിരിക്കണം. മൂന്നാമത്തെ പറയുമ്പോൾ ആ കൊച്ചിൻ്റെ ഗവൺമെന്റ് ജോലി അംഗീകാരത്തോടെ അവർക്കൊരു ജോലി വാങ്ങി കൊടുക്കണം.
അത് അടിയന്തരമായിട്ട് അത് ചെയ്തിരിക്കണം. ഇതാണ് ക്രിസ്റ്റീന ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത്. കാരണം അവർ കുറച്ച് നാളെ ആയിട്ടുള്ള ജീവിതം ആരംഭിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് ജീവിക്കണം. 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്, 4 വയസ്സും 1.5 വയസ്സും പ്രായമുള്ള കുട്ടികളാണ്. അതിലൊരു കുട്ടിക്ക് ഹൃദയവാൽവിന് തകരാറുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സഹായം വേണം, അത് അടിയന്തരമായി വേണം. കാരണം ഈ മരിച്ചു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പോലും 7 വർഷം കാത്തിരിക്കണം മൃതദേഹം കിട്ടിയില്ലെങ്കിൽ. അത്തരമൊരു നടപടിയാണ്. അത് കഴിഞ്ഞ് ഒരു സഹായത്തിലേക്ക് സർക്കാർ ഏത് സാഹചര്യത്തിൽ പോകുമെന്നുള്ളത് അവർക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സർക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉറപ്പ് തരണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.